ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ടൊരു മധുരക്കുഴക്കട്ട തയ്യാറാക്കാം. നമ്മൾ അരിപ്പൊടിയിലാണ് കുഴക്കട്ട തയ്യാറാക്കുന്നത്. നമുക്കാദ്യം അരിപ്പൊടി നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ ഉള്ള പൊടിയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ 5 കിലോ അരിയൊക്കെ കഴുകി മില്ലിൽ കൊടുത്തഴിച്ചാൽ അവർ പൊടിച്ച് വറുത്ത് തരും. അങ്ങനെയുള്ള പൊടിയാണ്. അപ്പോൾ ഇത് എത്ര വേണം ധാരാളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എപ്പോഴും നമ്മുടെ ഈ സ്റ്റോക്ക് ഉണ്ടാവും. അപ്പം നമുക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ട് നമ്മൾ ശർക്കര പാനിയാക്കിയതാണ് അരിച്ചൊഴിക്കുന്നത്. അപ്പം നല്ലപോലെ ഇതൊന്ന് വറ്റി വരണം. അധികം ഒരു നൂൽപ്പാവ് ആവുന്ന വരെ ഒന്നും വേണ്ട. നമ്മൾ ശർക്കര പാനി ആയതുകൊണ്ട് ഒന്ന് ടൈറ്റായി വരാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി നമുക്ക് വരട്ടിയെടുക്കാം. നമ്മൾ ഒരു 4 കപ്പിനാണ് നമ്മൾ കുഴക്കട്ട ഉണ്ടാക്കുന്നത് മാവ്. ഒരു 6-7 കപ്പ് വെള്ളം തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് വറ്റി വരണം. ശർക്കരയും തേങ്ങയും കുറച്ച് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ചേർക്കാം. നല്ലപോലെ ടൈറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ചേർത്ത് ഇനി നമുക്ക് മാവും നല്ലപോലെ കുഴച്ചെടുക്കാം. നല്ല മയമായിട്ടാണ് മാവ് വരുന്നത്. നമ്മളിത് വീട്ടിൽ പൊടിപ്പിച്ചതായതുകൊണ്ടും നല്ല നമുക്ക് സോഫ്റ്റായിട്ടുള്ള മാവാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിതെല്ലാം നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് മാവും കൂടെ കുഴച്ചെടുക്കാം. മാവ് നമുക്ക് ചൂടുവെള്ളം തിളപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ചേറെ വെള്ളം തിളപ്പിച്ചെടുത്താലും കുഴപ്പമില്ല. നമുക്ക് അതിനകത്തോട്ടും പൊടി ചേർക്കാം. കുറച്ച് വെള്ളം മാറ്റിയിട്ട് കുറച്ച് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളത്തിൽ മാവ് അങ്ങോട്ടിട്ടും വേണമെങ്കിലും നമുക്ക് കുഴച്ചെടുക്കാം. രണ്ടും അവരവരുടെ താല്പര്യം അവരവരുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാം. നമുക്ക് വെള്ളം കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിനനുസരിച്ചുള്ള പൊടി ഇടേണ്ടി വരും. പൊടിക്ക് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ പൊടിക്കനുസരിച്ച് വെള്ളം ചേർത്താൽ മതിയാകും. നമ്മളിവിടെ നല്ലപോലെ ഉരുട്ടിയെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ്. ഇടിയപ്പത്തിനും പുട്ടിനും ഒക്കെ എടുക്കണം അതേ മാവ് മതിയാവും. നല്ലപോലെ ഉരുട്ടിയെടുക്കും. നല്ല സോഫ്റ്റായിട്ട് വരുന്നുണ്ട്. നമുക്ക് ഉപ്പ് മാത്രമാണ് ചേർത്ത് ചൂടുവെള്ളത്തിലാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. നമ്മളിങ്ങനെ ഉരുട്ടി ഒന്ന് പതുക്കി അതിനകത്ത് നമുക്ക് നടുക്ക് നല്ല വരട്ടിയെടുത്ത് കുറച്ച് വരട്ടിയിട്ടേ ഉള്ളൂ. അതാണ് നല്ല ടൈറ്റായിട്ടിരിക്കുന്നുണ്ട്. നമുക്കത് നല്ലപോലെ ഒന്ന് പൊതിഞ്ഞ് സിമ്പിളാണ്. കുട്ടികൾക്കിത് വളരെ ഇഷ്ടമായിരിക്കും. നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കി രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് രാത്രി തന്നെ പുഴുങ്ങി വയ്ക്കുകയും ചെയ്യാം. ഇങ്ങനെ ഉരുട്ടി നമുക്കിതെല്ലാം ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. എളുപ്പം നമുക്ക് ചെയ്തെടുക്കാം. നമ്മളങ്ങനെ കുഴക്കട്ട എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് 3-4 പേരുള്ള ഫാമിലിക്ക് ഇത്രയും മതിയാവും. ഒരു 4 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ വറുത്ത പൊടിയായതുകൊണ്ട് നമുക്ക് വെള്ളമൊക്കെ ചേർത്ത് വരുമ്പം ധാരാളം കുഴക്കട്ട ഉണ്ടാക്കാൻ പറ്റും. നമുക്കിനി അടച്ച് വേവിക്കാം. ഒരു 15 മിനിറ്റൊക്കെ വെന്താൽ മതിയാവും. നമുക്ക് 15 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ കുഴക്കട്ട വെന്തോന്ന് നോക്കാം. നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. നമ്മുടെ കുഴക്കട്ട അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.